ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള കുഷൻ കവറാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയി, ക്രിസ്മസിന് വേണ്ട കുഷൻ കവറുണ്ട്, ക്രിസ്മസിന് അല്ലാത്ത കുഷൻ കവേഴ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് എല്ലാ രീതിയിലുള്ള കുഷൻ കവേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നല്ലൊരു ക്രിസ്മസ് ട്രീയുടെ പടമുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള വളരെ മിതമായ വിലയ്ക്ക് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി തുണിയിൽ നല്ല സിബൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നല്ല വലിയ സിബൊക്കെ. ഈ സിബൊക്കെ നല്ല പ്രീമിയം സിബാട്ടോ, കാരണം സാധാ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സിബ് അല്ല, അതും SS സ്റ്റീലിലുള്ള നല്ല സിബാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നല്ല ലേസ് വെച്ച നല്ല ഒരു എലിഗന്റ് ആയിട്ടുള്ള നല്ല ഒരു, ഇതാണെങ്കിൽ സിമ്പിൾ ആണ്, ഇതിനകത്ത് ലേസ് ഒക്കെ വെച്ച് ഇതിനെ ഇച്ചിരി കൂടെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കുഷൻ കവേഴ്സും നമ്മുടെ മാഗ്നിസ്കേപ്സിന് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. നിങ്ങൾക്ക് 5 വേണമെന്ന് പറഞ്ഞാൽ 5 തരും, 1 വേണമെന്ന് പറഞ്ഞാൽ 1 തരും കേട്ടോ. ചില വീടുകളിലൊക്കെ നമുക്കിത് 6 10 ഒക്കെ ആയിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, ചിലവർക്ക് 2 ഒക്കെ മതി. എങ്ങനെ ചോദിച്ചാലും നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ പഴയകാല ബെഡ്ഷീറ്റ് ആണ്. പഴയകാല ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ കിങ് സൈസും അല്ല, ക്യൂൺ സൈസും അല്ല, സിംഗിളും അല്ല. അതായത് നമ്മുടെ സിംഗിളിന്റെയും ക്യൂൺ സൈസിന്റെയും ഫാമിലി കോട്ടിന്റെ ഇടയ്ക്കുള്ളൊരു സൈസ്. എത്ര വലിയ വീട് വാങ്ങിച്ചാലും വെച്ചാലും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ഒരു കട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. അപ്പൊ ആ ഒരു കറക്റ്റ് മെഷർമെന്റിലുള്ള സൈസാണ് കേട്ടോ ഇത് നിങ്ങൾ അവിടെ അളക്കണം. ഇപ്പൊ കിടക്കുന്ന മെത്ത ഇച്ചിരി വലുതായിരിക്കും, അപ്പം കട്ടിലിന്റെ സൈസ് ശരിയായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ ഇഞ്ചസിൽ അളക്കുമ്പോൾ ആ സൈസിലുള്ള മെഷർമെന്റ് ആയിരിക്കും ഇത് കേട്ടോ. അപ്പൊ അതുപോലെയുള്ള മെഷർമെന്റിൽ നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡറോട് കൂടിയ ബെഡ്ഷീറ്റ് ആണ്. ഇതൊരു എന്താ പറയുന്നത്, ബ്ലാക്ക് കളറിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ക്രീം കളറാണ്. സൈഡ് ബോർഡർ നല്ല ബ്ലാക്ക് കളറാട്ടോ. നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശമായിരിക്കും, നല്ല ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ലൈറ്റ് ക്രീം കളറൊക്കെ അടിച്ച് റൂമിൽ കിടന്നാൽ നല്ല അടിപൊളിയായിട്ട് ഇത് കിടക്കുന്ന നല്ല രസമില്ല, നമുക്ക് തന്നെ അത് ഇമാജിൻ ചെയ്യുമ്പം നല്ലൊരു സന്തോഷമല്ല. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ പില്ലോ കവറിന്റെ സൈസ് ഉണ്ടല്ലോ. മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവർ നമ്മൾ പറയുമ്പോൾ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ് കോട്ടൺ അതിനകത്ത് 1 ഇഞ്ച് കുറവായിരിക്കും. പക്ഷെ നമ്മളിവിടെ തിക്ക് കോട്ടൺ ബെഡ്ഷീറ്റ്സ് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റിന്റെ ഒക്കെ സൈസസ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പില്ലോസ് വലുതാ കിട്ടുന്നത്. അപ്പൊ മാഗ്നിസ്കേപ്സ് പില്ലോസും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതും അയച്ചു തരാൻ പറ്റും. നല്ല മീൻസ് മൈക്രോ ഫൈബർ പില്ലേഴ്സ് അല്ല, പില്ലോസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ സ്പീഡിലൊക്കെ വരുമ്പോൾ ചിലവർക്ക് തെറ്റിപ്പോവില്ല. ഇത് കണ്ടോ, ഈ അടുത്ത ഒരു ഷീറ്റ് നല്ലൊരു എന്താ പറയുക, ഇത് ഗ്രീനും അല്ല പിസ്തയും അല്ല, അതിനിടയ്ക്കുള്ള ഒരു കളറ്, നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. ഈ പ്രായ ആൾക്കാരാണ് ആ റൂമിൽ ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ഓർക്കും, അയ്യോ അവർക്ക് ഡാർക്ക് കളറാണല്ലോ ഇഷ്ടം എന്ന് ഓർക്കും. അങ്ങനെയല്ല കേട്ടോ, അവർക്കും കുറച്ച് പ്ലീസിങ് കളേഴ്സ് ഒക്കെയാണ് ഇഷ്ടം. നമ്മൾ എൻ്റെ പേരൻസ് പ്രായമായല്ലോ, അവർക്ക് ഇച്ചിരി ഡാർക്ക് കളർ മതിയല്ലോ, അത് വേഗം ചീത്തയാവുമല്ലോ, കുഞ്ഞാവുമ്പം ഓർക്കും നമ്മളെ, അയ്യോ കുഞ്ഞുങ്ങൾ അത് ചീത്തയാക്കൂലോ എന്ന് ഓർത്ത് നമ്മൾ ഡാർക്ക് കളേഴ്സ് വാങ്ങിക്കും. അമ്മമാരത് ചീത്തയാക്കുമെന്ന് ഓർക്കും, നമ്മൾ ഡാർക്ക് കളേഴ്സ് വാങ്ങിക്കും. പക്ഷേ ഈ വലുതാകുമ്പോൾ ഈ അമ്മച്ചിമാർക്കൊക്കെ ഇല്ലേ, അമ്മമാർക്കൊക്കെ ഇല്ലേ, ഈ ലൈറ്റ് വെയിറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാട്ടോ. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ പിള്ളേർ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ പഴയകാല ഡബിൾ കോട്ടിന്റെ സൈസാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ ത്രെഡ് വർക്കിന്റെ ഇതുണ്ടോ, ഇത് നല്ല ബ്ലൂ കളർ. ഇത് എപ്പോൾ വന്നാലും ഇത് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്രാവശ്യം ബ്ലൂവില് നല്ല എന്താ പറയുക, ഇത് ത്രെഡ് വർക്കാണ്. നമ്മുടെ സാരിയുടെ ഒക്കെ പോലത്തെ നല്ല ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന, മീൻസ് ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര എലിഗന്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി തിക്കായിട്ടുള്ള കോട്ടണിലുള്ള ഷീറ്റാണ്. ഇതിന് നമുക്കൊരു റേറ്റ് വന്നിട്ട് 990 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റുമാണ്. മീൻസ് ഇതൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്, 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ റേറ്റ് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, ഇത് എപ്പോഴും എനിക്ക് ഒരുപാട് ഓർഡേഴ്സിൽ എന്നോട് ഇത് റേറ്റ് പറയണം എന്ന് പറയാറുണ്ട് ആൾക്കാർ. അപ്പം ഞാൻ ഇന്ന് എടുത്ത് മനസ്സിൽ അങ്ങനെ യൂഷ്വലി എനിക്ക് മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റിന്റെ വിലയൊക്കെ കാണാതെ അറിയാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ചില സമയത്ത് തെറ്റിപ്പോകരുതല്ലോ. അപ്പൊ അതും നമ്മൾ ആലോചിക്കും. നിങ്ങളോട് ഒരു കാര്യം
കാര്യം പറഞ്ഞത് കറക്റ്റ് വ്യക്തത ഉണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ ഷീറ്റിന്റെ വില വന്നിട്ട്, ഈ ഒരു ഷീറ്റിന്റെ വില വന്നിട്ട് 990 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ ദിവസമൊക്കെ കല്യാണങ്ങൾ ഉണ്ടാകും, പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് വേണമെങ്കിൽ അതുണ്ട്, പിന്നെ ഡെയിലി യൂസിന് കൊടുക്കാനുണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ ഡെയിലി യൂസിന് കാറ്റഗറിയിൽ ഇതുപോലത്തെ ബെഡ്ഷീറ്റ് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് നല്ല സന്തോഷമാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ലൊരു കളർ, നല്ല ഗ്രേപ്പ് കളറിലുള്ള പൂവ്. ഈ ഒരു പൂവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് ഇതിനോടുള്ളൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നു കേട്ടോ. ഇതാണ് ബെഡ്ഷീറ്റ്, ഇതാണ് ബെഡ്ഷീറ്റ്, ഇത് സിംഗിൾ ബെഡ്ഷീറ്റ്, ഇത് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ്, അങ്ങനെ എനിക്ക് പറയാൻ എനിക്കറിയത്തില്ല. മനസ്സിലായി, എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഓരോ ഫാബ്രിക് തൊടുമ്പോഴും അത് ഫീൽ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു സുഖമാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്കിപ്പം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ചട്ടിയോടുള്ള ഒരു സ്നേഹം പോലെ എനിക്ക് എൻ്റെ ഈ ബെഡ്ഷീറ്റിനോട് ഭയങ്കര സ്നേഹമാട്ടോ. ഞാൻ ഈ കൊണ്ടുവരുന്ന ഓരോ ഫാബ്രിക് ഇങ്ങനെ തൊട്ട് നോക്കി മണത്ത് നോക്കി ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയും തോന്നും കേട്ടോ. എനിക്ക് വട്ടാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള, പക്ഷെ ഒരാൾ മാത്രം എന്നെ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്ത് ഭയങ്കര ട്രസ്റ്റാട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് സ്നേഹം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ചില ആൾക്കാർക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ തിങ്സിനോടായിരിക്കും. പക്ഷെ ശരിക്കുമുള്ള സ്നേഹം എന്നാണെന്നറിയാവുന്നേ, ലൈക്ക് നമ്മളെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യും, നമ്മളെ ഒത്തിരി ബിലീവ് ചെയ്യുന്നൊക്കെ അതൊരു സ്നേഹമാട്ടോ. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ട്, ഭയങ്കരമായിട്ട് എന്നെ എന്ത് പൊട്ടത്തരം കാണിച്ചാലും നന്നാകും, ശരിയാകും എന്ന് പറയേ. അപ്പോൾ അതൊക്കെ ദൈവത്തിന് അനുഗ്രഹമാണ്. എന്നിട്ട് പറയും ലൈക്ക് അത് കൊള്ളാം, നല്ലതാന്ന് പറയും. അപ്പോൾ എനിക്ക് എനിക്ക് സ്നേഹമല്ല അപ്പോൾ കൂടുതൽ തോന്നുന്നത്, എനിക്ക് സന്തോഷമോ തുള്ളിച്ചാട്ടമോ ഒക്കെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങളോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, നമ്മൾ എന്ത് കാര്യം ചെയ്താലും, അതിപ്പം ബെഡ്ഷീറ്റ് കച്ചവടമാണെങ്കിലും പാത്ര കച്ചവടമാണെങ്കിലും ചുരിദാറാണെങ്കിലും, നമുക്ക് ആ ഫാബ്രിക്കിനോട് സ്നേഹം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷം തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഇത് പൈസ മാത്രമേ തരുള്ളൂ കേട്ടോ. പൈസ മാത്രമല്ല എല്ലാം കേട്ടോ. ഇത് കണ്ടോ, ഇനി അടുത്ത ഷീറ്റ് എന്ത് രസമായിട്ടുള്ള ഷീറ്റാന്ന് നോക്കി, നല്ല ലൈൻ ഷീറ്റ് കേട്ടോ. പിന്നെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു സൂത്രമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഒരു ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. ഇതിൻ്റെ സൈഡ് ബോർഡർ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. എന്ത് രസമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര. ഇന്നലെ സ്റ്റോറി വന്ന 2-3 ചേട്ടന്മാരുണ്ടല്ലോ, അവർ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് മേടിച്ചത് കേട്ടോ. വേറെ ഒന്നും അവരുടെ കളറിലോട്ട് പോയില്ല. യൂഷ്വലി ബ്ലൂ ഒക്കെ നമ്മൾ ആൾക്കാർ നോക്കുക, അവർ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ മതി. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് വേഗം തന്നെ ഓക്കെ ഇതാരെങ്കിലും ചേട്ടന്മാർ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടി അത് മേടിച്ചോടി എന്ന് പറയാൻ, എടീന്ന് വിളിക്കരുത് കേട്ടോ. എടീന്നല്ല, മോളെ ചക്കരെ അല്ലെങ്കിൽ പേരൊക്കെ വിളിക്കാം കേട്ടോ. എടീന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല കേട്ടോ, എനിക്കിഷ്ടമില്ല. അപ്പം അതൊക്കെ നമ്മൾ പിന്നെ എടീന്ന് വിളിക്കുന്ന ഒരു സ്നേഹത്തോടെ ഒരു എടിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 rupees താഴെയാണ്. പിന്നെ ഉണ്ടല്ലോ, മത്തി വേണോ ചാള വേണോ അയല വേണോ എന്നൊക്കെ ഉള്ള രീതിയിൽ, ഇത് മത്തിയുടെ ഫോട്ടോ ആട്ടോ, മുഴുവൻ മത്തിയാട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ആക്ച്വലിയിലെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് വേൾഡ് ഫേമസ് ഫിഷ് ഏതാന്ന് ചോദിച്ചാൽ അത് മത്തിയാണെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശരിയാട്ടോ, അത് എന്തായാലും ആ ഒരു ഷീറ്റാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നോക്ക്, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്. സാധാരണ ഇങ്ങനെയൊന്നും വരാറില്ല കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി ഷീറ്റാണേ. അപ്പം മത്തിയും കപ്പയും മീൻകറി, കപ്പ എന്തോന്ന് ആലോചിച്ച് നോക്കിയ, ചുമന്ന കളറിൽ മത്തി ഉണ്ടാക്കിയതും കപ്പ വേവിച്ചതും കൂടെ ആരെങ്കിലും ഉണ്ടാക്കി തന്നായിരുന്നെങ്കിൽ എന്നാണ് സത്യമായിട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. എനിക്ക് കഴിക്കാനും എനിക്ക് കൊതി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഇറ്റ്സ് ലൈക്ക് ആ മത്തി വറുത്തതിൻ്റെ ഒക്കെ മണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പം ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. റേറ്റ് വന്നിട്ട് 1000 rupees താഴെയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ കറി നിങ്ങൾക്ക് മത്തിയായിരുന്നു.
അപ്പം അത് മത്തി നല്ല ഗുണമുള്ള സാധനം കേട്ടോ. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കും. ഇനി എൻ്റെ മനസ്സ് ഇന്നത്തെ ദിവസം കുറേ നേരം മത്തി 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 എന്നായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വൈകുന്നേരമാണ് നമുക്ക് മത്തി വറുത്ത് ചോറുണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെബ്സൈറ്റിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.